ADGP RSS കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി RSS നേതാവ് A. ജയകുമാർ രംഗത്ത്. ADGP RSS നേതാക്കളെ കാണുന്നത് ആദ്യമായിട്ടല്ല എന്നും സ്വകാര്യ സന്ദർശനങ്ങൾ RSSന്റെ പതിവ് രീതിയാണെന്നും ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. IAS, IPS ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാർ വരെ RSS നേതാക്കളെ കാണുന്നുണ്ട്. പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച ഇനിയും തുടരുമെന്നും A. ജയകുമാർ പറയുന്നു. വിവരങ്ങൾ റിനു ശ്രീധർ നൽകും. റിനു, ഇപ്പോൾ ജയകുമാറിന്റെ പരസ്യ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ജയകുമാറിന്റെ പരസ്യ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം ജയകുമാറിന്റെ മൊഴിയടക്കം എടുക്കാൻ വിളിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് RSSന്റെ കൂടിക്കാഴ്ചകളിൽ അസ്വാഭാവികതയില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? സ്മൃതി, ഇതാദ്യമായിട്ടല്ല ഒരു ADGP RSS നേതാവിനെ കാണുന്നത് എന്നുള്ള ന്യായവാദവുമായിട്ടാണ് A. ജയകുമാർ, അതായത് ADGP MR അജിത് കുമാറിനൊപ്പം RS നേതാവിനെ കണ്ട അതിനായി ഇടനിലക്കാരനായി നിന്ന A. ജയകുമാർ FB പോസ്റ്റിൽ പ്രതികരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇന്ന് അത്തരമൊരു പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുള്ളത്. നിരവധി IAS, IPS, എന്തിന് ചീഫ് സെക്രട്ടറിമാരടക്കം RSS നേതാക്കളുമായി സന്ദർശനം നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നാടിൻ്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, വികസനത്തിന് വേണ്ടിയാണ് ഈ ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അന്വേഷണങ്ങൾ നടക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. തുടരന്വേഷണം ഉൾപ്പെടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്നോ നാളെയോ ഈ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ADGPയെ ന്യായീകരിക്കുന്ന ഒരു വാദവുമായി ഇപ്പോൾ A. ജയകുമാർ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇതാദ്യമായല്ല ഇത്തരമൊരു കൂടിക്കാഴ്ചയെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് നോട്ടീസ് നൽകിയെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് നോട്ടീസ് നൽകുവാൻ വേണ്ടി സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വേണ്ടി വരും എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ADGP MR അജിത് കുമാറിനെ ന്യായീകരിക്കുന്ന ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും, എന്നെ ചോദ്യം ചെയ്താലും ഇല്ലെങ്കിലും ഈ കൂടിക്കാഴ്ചയുടെ ഒരു അന്തസാരം എന്ത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നാട്ടുകാർ മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്മൃതി, റിനു, ഇപ്പോൾ ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതിന്മേൽ പിന്നീട് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരണം തേടിയപ്പോൾ ADGP മുഖ്യമന്ത്രിക്ക് നേരിട്ട് അതിലൊരു മറുപടി നൽകി എന്നുള്ളതാണല്ലോ വിവരം. അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നു എന്ന രൂപത്തിലാണ് പുറത്തേക്ക് വന്ന വാർത്ത. ആ രൂപത്തിലാണോ ഇപ്പോൾ ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും? തീർച്ചയായും. അതായത് ആദ്യഘട്ടത്തിൽ ഈ വാർത്ത ഉയർന്നു വരുമ്പോൾ തന്നെ ADGP MR അജിത് കുമാറിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ചോദിക്കുകയും ആ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. ADGP MR അജിത് കുമാർ പറഞ്ഞത് ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ADGPയെ ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തിയതിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു. RSS BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് പരിചയപ്പെടൽ മാത്രമായിരുന്നു. ഈ നേതാക്കളെ പരിചയപ്പെടാൻ, അതായത് തൃശ്ശൂരിൽ ദത്താത്രേയ ഹൊസബിളയെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാം മാധവിനെയും കണ്ടത്